सिंधो दीनबंधु जगतपदे गोपेश गोपिकाकांत नमस्ते। तप्त कांचन गौरांगी राधे वृंदावने श्री वृषभानुसुते देवी प्रणमामि। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री रुद्रधर श्रीवासदि गौर। हरे कृष्ण 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 हरे 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 राम हरे हरे। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदरे। എല്ലാ ഭക്തർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയാണ് പറഞ്ഞു നിർത്തുന്ന ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും പറയാമോ? ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. കഴിഞ്ഞ പ്രാവശ്യം എവിടെ വരെ നിർത്തി എന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഹരേ കൃഷ്ണ. ആരുമില്ല? ശരി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് നമ്മുടെ കൃഷ്ണ എന്ന് അറിയപ്പെടുന്ന ദ്രൗപദി അല്ലെങ്കിൽ പാഞ്ചാലി. പാഞ്ചാല ദേശത്തെ രാജാവിന്റെ മകളായതുകൊണ്ട് പാഞ്ചാലി എന്നൊരു പേര്. ദ്രൗപദി ധ്രുപദന്റെ പുത്രിയായതുകൊണ്ട് ദ്രൗപദി. കൃഷ്ണ വർണ്ണത്തോടു കൂടിയായതുകൊണ്ട് കൃഷ്ണ എന്നൊരു പേര്. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണയുടെ ജനനത്തെ കുറിച്ച് പറഞ്ഞു. അതീവ സുന്ദരി ആയിട്ടുള്ള ഒരു സ്ത്രീ രൂപം ആ യജ്ഞകൂട്ടത്തിൽ നിന്നും പുറത്തു വരികയാണ്. ആ ബ്രാഹ്മണൻ പഞ്ചപാണ്ഡവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ആ വിശേഷണങ്ങളാണ് ഈ ഒരു പെൺകുട്ടിയെ പറ്റി അല്ലെങ്കിൽ യുവതിയെ പറ്റി. മൂലഗ്രന്ഥി പറയുന്നു, കുമാരി ചാപി പാഞ്ചാലി വേദിമധ്യാത് സമുദ്ദിതാഹ സുഭഗ ദർശനീയാംഗി സുസിതായത ലോചന ശ്യാമവത്മ ഫലാശാക്ഷി നീലകുഞ്ചിത മൂർധ്വജ താമ്രതുംഗ നഹീ സുഭ്രൂ പീനപയോധര മാനുഷം വിഗ്രഹം കൃത്വാ സാക്ഷാത് അമരവർണിണീ നീലോത്പല സമൂഗന്ധോ യസ്യാക്രോശാത് പ്രധാവതി. അപ്പം ഇത്രയും അഭൗമ സൗന്ദര്യത്തിലൂടെ അതുവരെ ഒരു സ്ത്രീരൂപം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കുമാരീചാവി പാഞ്ചാലി വേദി മധ്യ സമുദ്ര, ആ യജ്ഞവേദിയുടെ നടുവിൽ നിന്ന് ഒരു സമുദ്ധിത ഉയർന്നു വന്നു. സുഭഗ വളരെ ഭാഗ്യശാലിയായിട്ടുള്ള, ചാബി സുഭഗ ദർശനീയാംഗി വളരെ കാണാൻ ഭംഗിയായിട്ടുള്ള അവയവങ്ങളോട് കൂടി അംഗങ്ങളോട് കൂടിയവൾ. സുഷിതായത ലോചന വിടർന്ന താമരതൾ പോലുള്ള കണ്ണുകൾ. ശ്യാമപത്മ ഫലാശാക്ഷി, ഇപ്പൊ നീല താമരയുടെ പോലുള്ള കണ്ണുകൾ. നീലകുഞ്ചിത മൃദുജ, എന്താ പറയാ, നമ്മൾ മലയാളത്തിൽ പറയില്ലേ പനങ്കുല പോലുള്ള മുടി എന്നൊക്കെ പറയും. അങ്ങനത്തെ മുടി, അതും കാർക്കൂന്തൽ പോലുള്ള കാർക്കൂന്തൽ ആയിട്ടുള്ള മുടി. കേശഭാരം. ശ്യാമപത്മ ഫലാശാക്ഷി നീലകുഞ്ചിത മൂർധ്വജാഹ താമ്രതുംഗ നഹീ സുഭ്രൂ ചാരുപീന പയോ. അപ്പോ ക്യൂടെക്സ് ഇട്ടിട്ടല്ല, സ്വാഭാവികമായിട്ട് തന്നെ നല്ല ഉയർന്ന നഖവും അതില് നല്ല താമ്രം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ചുവപ്പ് നിറം, ഒരു അറിയില്ലേ, ചുവപ്പ് പിങ്ക് കളർന്ന നിറം. ആ നിറത്തോടുകൂടിയുള്ള നഖങ്ങളും, നല്ല ഭംഗിയുള്ള നഖങ്ങളും അതിമനോഹരമായിട്ടുള്ള പുരോക്കൊടികളും ഒക്കെ ആയിട്ടുള്ള, മാനുഷം വിഗ്രഹം കൃത്വ സാക്ഷാത് അമരവർണി, സാക്ഷാൽ പരാശക്തി ദേവി തന്നെ അവതരിച്ചാണോ തോന്നിപ്പോ. അങ്ങനെയുള്ള ഒരു രൂപത്തോടു കൂടി. ഇത് മാത്രമല്ല പ്രത്യേകത, സൗന്ദര്യം എല്ലാവർക്കും ഉണ്ടാവും അല്ലെ, രൂപലാവണ്യൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ കൂടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സുഗന്ധം കൂടെ ഉണ്ടായാലോ. ഇവിടെ നേരത്തെ കണ്ടു അല്ലെ, മത്സ്യഗന്ധി ഗന്ധന, എന്താ പറയാ, യോജനഗന്ധിയായിട്ട് മാറിയ ഒരു. അതുപോലെ ഇവിടെ നീലോത്പല സമൂഹഗന്ധോ യസ്യ ക്രോശാത് പ്രധാവതി. പ്രധാവതി വെച്ചാൽ ഒഴുകുക എന്നാണ്. അതായത് എന്താ പറയാ, വ്യാപിക്കുക എന്നാണ്. എന്താണ് വ്യാപിക്കുന്നത്? നീലോത്പലം, നീലത്താമരയുടെ ആ ഒരു സുഗന്ധം ഈ ഈ ശ്രീരൂപത്തിന്റെ ശരീരത്തെ വമിക്കുന്നുണ്ട്. ഈ ഒരു ഗന്ധം, എന്തിന്റെ ഗന്ധം? നീലോത്പലത്തിന്, നീലത്താമരയുടെ ഒരു സുഗന്ധം. യസ്യ ക്രോശാത്,
ഇത്ര ഒരു ക്രോശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു 1.8 കിലോമീറ്റർ ഒക്കെ വരും. അതായത് 1.1 മൈൽ എന്ന് പറയുന്നത് ആ ഒരു കണക്കൊക്കെയാണ് പറയുന്നത്. അത്രയും ദൂരം ഈ സുഗന്ധം സെന്റോ സ്പ്രേയോ ഒക്കെ അടിച്ചിട്ടല്ല അല്ലെ. നമ്മുടെ പല ആൾക്കാരും നമുക്കറിയാം കുളിച്ചിട്ട് 7 ദിവസമായിരിക്കും, പക്ഷെ സ്പ്രേ അടിച്ചിട്ടൊക്കെ നടക്കുന്ന എപ്പോഴും അല്ലെ. ബോഡി സ്പ്രേയും സെന്റും ഒക്കെ അടിച്ച് നടക്കും അല്ലെ. അത് അങ്ങനെയല്ല, സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ഗന്ധം ആ സ്ത്രീയിൽ നിന്ന് വന്നിരുന്നു. അത്രയും മനോഹരിയായിട്ടുള്ള സ്ത്രീയാണ്. ഇവരെ ഈ ഒരു വിവരണം കേട്ട് കഴിഞ്ഞപ്പോ ഈ 5 പാണ്ഡവന്മാർക്കും മനസ്സിൽ ആഗ്രഹം ഉദിച്ചു. ഇത്രയും അഭൗമ സൗന്ദര്യത്തിനുടമയായിട്ടുള്ള സ്ത്രീയെ സ്വന്തമാക്കുക അല്ലെങ്കിൽ ഭാര്യയാക്കുക എന്നുള്ളത് ഏതൊരു ക്ഷത്രിയ വീരനും അല്ലെങ്കിൽ ഏതൊരു പുരുഷനും അതൊരു സ്വാഭാവികമായിട്ട്, പ്രത്യേകിച്ചും ഈ ക്ഷത്രിയന്മാർക്ക് അന്ന് അങ്ങനെ ആയിരുന്നു. അന്നത്തെ ഒരു സാമൂഹ്യ സ്ഥിതി അനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ സ്വന്തമാക്കാം പരാക്രമം കൊണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ ഇവർക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഇതിങ്ങനെ അമ്മയും ഈ 5 മക്കളുമായിട്ട് വ്യാസദേവരുടെ ഉപദേശം അനുസരിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഇവിടത്തേക്ക്, ധ്രുപദന്റെ നാട്ടിലേക്ക്, അത് പാഞ്ചാല രാജ്യത്തേക്ക് പോവുകയാണ്. അങ്ങനെ പാഞ്ചാലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അമ്മയും 5 മക്കളും നടന്നിങ്ങനെ അവിടുന്ന് താമസം മാറുമ്പോൾ അല്ലെങ്കിൽ യാത്ര പുറപ്പെടും അമ്മ പറയുന്നുണ്ട്, ഇവിടെ കുറെ നാൾ 1 വർഷത്തിൽ കൂടുതലായി, ഇനിയിപ്പോ ഇവിടുന്ന് പഴയതുപോലെ ഭിക്ഷ സ്വീകരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ആയി തുടങ്ങി, അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട സമയമായി. അതിനാൽ നമുക്ക് വ്യാസദേവൻ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പാഞ്ചാലത്തേക്ക് തന്നെ പോവാം നമുക്ക് എന്നുള്ളതിൽ അവരോട് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ യാത്രയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് രാത്രി ഇരുട്ടായി, സന്ധ്യാസമയമായി. ഗംഗാതീരത്തോട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവര്. ഗംഗാതീരത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു സ്ഥലത്തെത്തി, ഒരു മനോഹരമായ പൂന്തോട്ടം ഒക്കെ ഉള്ള പോലെ സ്ഥലത്ത്, പൂന്തോട്ടം പോലെ സ്ഥലത്ത് ഗംഗാതീരത്തെത്തി. ഇവരെത്തുമ്പോ അവിടെ അന്ന് കാലങ്ങളിൽ ഈ ഗന്ധർവന്മാരും യക്ഷന്മാരും ഒക്കെ ഭൂമിയിലേക്ക് വരുമായിരുന്നു, പറയാറുണ്ടല്ലോ. അപ്പൊ അവരിങ്ങനെ യഥേഷ്ടം വിഹരിക്കും. ഇന്നും അവരൊക്കെ വരുന്നുണ്ടാവും, നമുക്കറിയില്ല. നമ്മുടെ അഗ്നിനേത്രം കൊണ്ടൊന്നും കാണാൻ പറ്റില്ല. കാരണം ഓരോരോ ഗ്രഹങ്ങളിൽ ജീവിക്കുന്ന ജീവികളുടെ എന്താ പറയുക, ശരീരം നിർമ്മിക്കുന്ന മൂലകങ്ങളൊക്കെ എന്താ പറയാ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഭൂമിയുടെ അംശമാണ് കൂടുതൽ, ഭൂമി ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഗ്രഹങ്ങളിലും ജീവിക്കുന്ന ജീവികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയാ അന്തേവാസികൾക്ക്, നിവാസികൾക്ക് ഒരു പ്രത്യേക അവരുടെ ശരീരം പ്രത്യേക ഘടനയിലായിരിക്കും രൂപപ്പെടുത്തിയിട്ടുള്ളത് ആ ഗ്രഹങ്ങളിൽ ജീവിക്കാനായിട്ടുള്ളത്. പിന്നെ ഈ ഗന്ധർവൻ, യക്ഷൻ എന്ന ദേവന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും വളരെയധികം ശക്തി കൂടിയ അല്ലെങ്കിൽ ആയുസ്സുമൊക്കെ ശക്തിയും കഴിവുകളൊക്കെ കൂടിയ ആൾക്കാരാണ്. അവർക്ക് അവരുടെ കാലം താഴ്ന്ന ലോകങ്ങളിലേക്ക് അവർക്ക് വരാനൊക്കെ പറ്റും. ഭൂമിയിൽ വന്നവർ പലപ്പോഴും നീരാടുകയും അവർ വിനോദം ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഇവർ വരുമ്പോൾ അവിടെ അങ്കാരവർണ്ണൻ എന്ന പേരുള്ള ഒരു ഗന്ധർവ രാജാവ് അവിടെ സ്വന്തം പത്നിമാരോടൊത്ത് അല്ലെങ്കിൽ തോഴിമാരോടൊത്ത് അവിടെ നീരാടിക്കൊണ്ടിരിക്കുകയാണ് ഗംഗയിൽ. ഈ ആൾക്കാർ നടന്നു വരുന്ന ഒരു താല്പര്യമാറ്റം കേട്ട് പെട്ടെന്ന് തന്നെ ഈ അങ്കാരവർണ്ണൻ അഥവാ ഈ ഗന്ധർവ രാജാവ് അലേർട്ട് ആവുകയാണ് പെട്ടെന്ന്. ഇത് ആരാണ് ഈ സമയത്ത്? കാരണം ആ സമയത്തും അങ്ങനെ ആ സമയങ്ങളിലൊന്നും ആരും ഗംഗയിലോട്ടൊന്നും പോകാറില്ലല്ലോ. സന്ധ്യാസമയം കഴിഞ്ഞാൽ ആരും അങ്ങനെ പുതിയ നദിയിലോട്ടൊന്നും പോകാറില്ല. അപ്പൊ ഇതാരാണ് ഇങ്ങനെ നടന്നു വരുന്നതെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ തന്റെ രഥം, ഈ രഥത്തിന്റെ പ്രത്യേകതയുണ്ട്, അത് ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന രഥമാണ്. അത് മാത്രമല്ല അഗ്നി പോലെ ജ്വലിക്കുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു രഥമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ അങ്കാരവർണ്ണന് വേറൊരു പേരോടുണ്ടായിരുന്നു, ചിത്രരഥൻ എന്നൊരു പേരോടുണ്ടായിരുന്നു. കാരണം വിചിത്രമായ രഥത്തോടു കൂടിയവൻ ആയതുകൊണ്ട് ചിത്രരഥൻ എന്ന പേരും കൂടെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഉടൻ തന്നെ തന്റെ രഥത്തിലേക്ക് പ്രവേശിച്ച് തന്റെ ദിവ്യമായ അസ്ത്രങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പെട്ടെന്ന് ചാടി ഇറങ്ങാണ് ആക്രമിക്കാനായിട്ട്. കാരണം അതിൽ നിന്ന് ആകെ ദേഷ്യം. കാരണം സ്വകാര്യ വിഹാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തുന്ന പോലെ അല്ലെ, ഭാര്യയും ഭർത്താവും ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വേറൊരാൾ പെട്ടെന്ന് അങ്ങനെ അത് കയറി പോകുന്ന ഒരു മാനേഴ്സ് അല്ല, പൊതുവെ ആരും പോകാറില്ല. പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ, വരുന്നവർക്ക് അറിയില്ലല്ലോ, ഇവരിങ്ങനെ പബ്ലിക്കായിട്ട് ഇവരുടെ ഈ സന്ധ്യ വൈകിയ നേരത്തെ ഇങ്ങനെ ആൾക്കാർ വരുമെന്ന് ഇവർക്ക് അറിയില്ല, അങ്ങനെ വരാറില്ല എന്നാണ്. അവിടെ ഒരു ഗംഗാതീരത്ത് ഒരു അങ്കാരപർണ എന്ന പേരുള്ള ഒരു നികുഞ്ചം, ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്ന പറയും. അത് ഈ അങ്കാരവർണ്ണനാണെന്ന് അറിയാവുന്ന ആൾക്ക്, അതുകൊണ്ട് അവിടെ ആരും അങ്ങനെ പ്രത്യേകിച്ച് പ്രവേശിക്കാറില്ല അല്ലെ. നമ്മളിപ്പം കണ്ടില്ലേ വാട്ടർ ഫ്രണ്ട്
അപ്പാർട്ട്മെന്റ്സ് അല്ലെ ഒക്കെ ചെയ്യും പോലെ നദീതീരത്ത് ഒരു അദ്ദേഹത്തിന് പള്ളിക്കുടിലും ഒക്കെ ആയിട്ടൊരു പറയാ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്റെ പേരുള്ള പൂന്തോട്ടമാണ്, അതുകൊണ്ട് ഇവിടെ ആരും പ്രവേശിക്കാതെ നിങ്ങൾക്ക് എന്ത് ധൈര്യം വന്നു ഇങ്ങോട്ട് കയറി വരാൻ എന്നുള്ളത്. അങ്ങനെ ഒരു വാഗ്വാദം തുടങ്ങുകയാണ്, നിങ്ങളെ ഇപ്പൊ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അർജുനൻ പറയാണ് ഇത് പവിത്രമായ ഗംഗാമാതാവാണ്, ഗന്ധർവലോകത്തൊക്കെ മന്ദാകിനി എന്നും ഭൂമിയിൽ ഗംഗയെന്നും ലോകത്തൊക്കെ വൈതരണി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു നദി ഭൂമിയിൽ ഗംഗ എന്ന് അറിയപ്പെടുന്നത്. ഈ ഗംഗാമാതാവ് ലോകപാവനിയാണ്, എല്ലാ ലോകങ്ങളെയും എന്താ പറയാ പവിത്രീകരിക്കാൻ കഴിവുള്ള ഈ അമ്മയുടെ മടിത്തട്ടിലേക്ക് വരാൻ ആർക്കും പ്രത്യേകിച്ച് സമയമോ കാലമോ നിയമങ്ങളൊന്നും ആവശ്യമില്ല, അങ്ങനെ ഒന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അർജുനനും പറയുകയാണ്. പാണ്ഡവരും സംസാരിക്കണം. പക്ഷെ അദ്ദേഹം വർദ്ധിച്ച കോപത്തോടുകൂടി അർജുനനെ ആക്രമിക്കാൻ വരും. അർജുനൻ വെറുതെ വിട്ടു, വില്ലാളി വരുന്നല്ലേ. അർജുനൻ വെല്ലുവിളിച്ചു. വെല്ലുവിളിച്ച് എന്ത് ചെയ്തു? ആദ്യത്തെ അസ്ത്രം കൊണ്ട് തന്നെ അങ്കാരവർണ്ണന്റെ അത്യുജ്വലമായി ജ്വലിച്ചു നിൽക്കുന്ന വിശേഷപ്പെട്ട വിചിത്രമായ രഥത്തെ, ആ ചിത്രരഥത്തെ എരിച്ചു കളയാണ് അഗ്നേയാസ്ത്രം കൊണ്ട്. അങ്ങനെ അസ്ത്രം എരിഞ്ഞ് താഴെ വീഴും. പക്ഷെ അങ്കാരവർണ്ണൻ മരിക്കുന്നില്ല, അങ്കാരവർണ്ണൻ താഴെ വീഴുകയാണ്. അങ്ങനെ വീണ് കിടക്കുന്ന അങ്കാരവർണ്ണനെ വീണ്ടും ഒരു ഇത് നടത്തി പരാജയപ്പെടുത്തി കൊല്ലാനായിട്ട് പോകുമ്പോ ഈ അങ്കാരവർണ്ണന്റെ ഭാര്യ, പേര് കുംഭിനാശി എന്നാണ്. കുംഭിനാസി എന്നാണ് പേര്. കുംഭിനാസി എന്നുള്ള ആ ഗന്ധർവ വനിത ചിത്രരഥന്റെ അല്ലെങ്കിൽ അങ്കാരവർണ്ണന്റെ ഭാര്യ വന്നിട്ട് യുധിഷ്ഠിരനോട് യാചിക്കുകയാണ്, എന്റെ ഭർത്താവിനെ കൊല്ലരുത്, അദ്ദേഹത്തിന് ജീവനോടെ തരണമെന്ന് അപേക്ഷിക്കുമ്പോൾ ധർമ്മിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് ആ സ്ത്രീയുടെ പ്രാർത്ഥന, സ്ത്രീകൾ ഒരിക്കലും നമ്മുടെ ധർമ്മം അനുസരിച്ച് സ്ത്രീകളെ ഒരിക്കലും ഉപദ്രവിക്കാറില്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്ത്രീകളെ ഉപദ്രവിക്കാതിരിക്കണം, സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. സ്ത്രീകൾ എവിടേക്ക് ആരാധിക്കപ്പെടുന്നുണ്ടോ, ബഹുമാനിക്കപ്പെടും, അവിടെ എല്ലാ ദേവതകളും അനുഗ്രഹം വിളയാടുന്ന സ്ഥലമായിട്ട് മാറും. നേരെ മറിച്ച് സ്ത്രീകളുടെ കണ്ണീര് വീഴുന്ന സ്ഥലം, സ്ത്രീകളുടെ ശാപം അല്ലെങ്കിൽ മനോവേദ ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ കുലനാശം സംഭവിച്ച് സർവനാശം സംഭവിക്കുമെന്നും ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ വന്ന് തന്നെ ശരണം പ്രാപിച്ചപ്പോൾ അവളുടെ ആഗ്രഹം, ക്ഷത്രിയന്റെ ധർമ്മമാണ് ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുക എന്നുള്ളത് അല്ലേ. ശതാത്രായതേ ക്ഷത്രിയനാണ് അല്ലെ. നാശം നാശം സംഭവിക്കുന്ന രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. അങ്ങനെ ഈ സ്ത്രീയുടെ ആ ഒരു യാചന കേട്ട് മനസ്സലിഞ്ഞ് യുധിഷ്ഠിരൻ അർജുനനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്നെ ശരണം പ്രാപിച്ച സ്ത്രീയാണ്, അതുകൊണ്ട് ഇവരുടെ ഭർത്താവിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അർജുനൻ ആ സ്ത്രീയോട് പറയുന്നുണ്ട്, അല്ലയോ സ്ത്രീ രത്നമേ, എന്റെ ജ്യേഷ്ഠനായിട്ട് ധർമ്മിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ ഭർത്താവിനെ കൊല്ലാതെ വിടുന്നത്. ഹേ ഗന്ധർവ, താങ്കളും ഇനി മരണഭയത്തെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, അത് അനുസരിക്കുക എന്നുള്ള എന്റെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വെറുതെ വിടണം. ഇത് കണ്ട് ഈ ഗന്ധർവന് ഒരു സമാധാനം വരികയാണ്, ജീവൻ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷം അല്ലെ. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയുകൊണ്ട് ദൈവം സന്തുഷ്ടനായിട്ട് എഴുന്നേറ്റ് അർജുനോട് നന്ദി പറയാണ്. എൻ്റെ ഒരു ആവേശം കൊണ്ട് ഞാൻ ചെയ്തു പോയി, അങ്ങയുടെ സന്മാനത്തിന് നന്ദി, എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ അങ്ങയോട് തന്നുകൊണ്ട് അങ്ങയോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല എനിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാൻ ഗന്ധർവനാണ്, എന്നെ ആർക്കും മനുഷ്യന്മാർക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാനിനി ഭൂമിയിൽ വന്ന് എന്റെ പരാക്രമം ചെയ്ത് ഞാൻ നിർത്തുകയാണെന്നോടുകൂടി. അത് മാത്രമല്ല എന്റെ ഈ ചിത്രരഥൻ എന്നുള്ള പേര് ഞാൻ മാറ്റി ദഗ്ധരഥൻ എന്നാക്കി. ദഗ്ധ എന്ന് വെച്ചാല് കത്തിക്കരിഞ്ഞെന്നർത്ഥം. ദഗ്ധരഥൻ, കത്തിക്കരിഞ്ഞ രഥത്തോട് കൂടിയവൻ അല്ലെ എന്ന് പറയുന്നത്. ഈ പേരുകൾക്കൊക്കെ വളരെ അർത്ഥങ്ങളുണ്ട് പണ്ട് കാലങ്ങളിൽ. ഇപ്പോഴൊക്കെ നമ്മൾ ഈ പേര് പറഞ്ഞു കഴിഞ്ഞാല് ബോഡി ഷെയ്മിങ്ങോ അങ്ങനെയൊക്കെ ആയിപ്പോകും. പണ്ട് ഈ സംസ്കൃതത്തിൽ പറയുന്ന പേരുകളൊന്നും അങ്ങനെ ഒരു, നമുക്കറിയാം പല കഥാപാത്രങ്ങളുടെ പേര് നോക്കിയാൽ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ശാരീരിക വിശേഷതയൊക്കെ അനുസരിച്ചുള്ള പേരാണ് എല്ലാവർക്കും നമ്മൾ പറയാറില്ല. അതിൽ കൊടുത്തിട്ടുള്ള പേര് സംസ്കൃതത്തിൽ പണ്ട് കൊടുത്തുന്ന പേരുകളൊക്കെ. ഇപ്പം ദഗ്ധരഥൻ എന്നുള്ള പേര് സ്വീകരിക്കുകയാണ്. അങ്കാരവർണ്ണൻ അഥവാ ചിത്രരഥൻ
ദഗ്ധരഥൻ എന്നുള്ള പേര് സ്വീകരിച്ച് സ്വന്തം അഹങ്കാരം, അദ്ദേഹം സ്വന്തം അഹങ്കാരം ഉപേക്ഷിച്ച് ഒരു സാത്വികനായിട്ട് മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ ഒരു സിമ്പലായിട്ട്, അടയാളമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജീവൻ തിരിച്ചുകിട്ടിയവരുടെ സന്തോഷത്തിൽ ഞാൻ അങ്ങക്ക് വിശേഷപ്പെട്ട ഒരു വിദ്യ പറഞ്ഞു തരാം എന്ന് അർജുനോട് പറയും. ചാക്ഷുഷി വിദ്യ എന്ന് പറയും. വളരെ വിശേഷപ്പെട്ട, വളരെ കഠിനമായിട്ട് തപസ് ചെയ്ത് 6 മാസത്തോളം എന്നൊക്കെ തപസ് ചെയ്ത് നേടിയെടുക്കേണ്ട വിദ്യയാണ്. അങ്ങക്ക് ഞാനത് വെറുതെ തരാം. പക്ഷെ ക്ഷത്രിയനായിട്ടുള്ള അർജുനനൊന്നും അങ്ങനെ വെറുതെ സ്വീകരിക്കാൻ താല്പര്യമില്ല. അദ്ദേഹം പറയും എനിക്കൊന്നും വേണ്ട, അങ്ങനെ എനിക്ക് വെറുതെ തരേണ്ട ആവശ്യമില്ല. ഞാൻ ആരുടെയും അങ്ങനെ ദാനം ഭിക്ഷയൊന്നും സ്വീകരിക്കാറില്ല, ദാനം സ്വീകരിക്കില്ല വെറുതെ എന്ന് അദ്ദേഹം പറയണം. അങ്ങനെ എനിക്കൊരു ഔദാര്യം ആവശ്യമില്ല എന്ന് പറയാം. അത് മാത്രമല്ല, അതിന്റെ കൂടെ ഈ 5 സഹോദരന്മാർക്കും ഗന്ധർവ ലോകത്തെ വളരെ വിശേഷപ്പെട്ട ദിവ്യമായിട്ടുള്ള 100 കുതിര വീതം നൽകാന്ന് പറയുന്നു. അർജുനൻ ഇതൊന്നും അങ്ങനെ എനിക്കൊന്നും വേണ്ട, എനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ലെന്ന് പറയാണ്. പക്ഷെ അങ്ങക്ക് എന്തെങ്കിലും തന്നേ പറ്റൂ എന്ന് പറഞ്ഞിങ്ങനെ ഈ ദഗ്ധരഥൻ അല്ലെങ്കിൽ പഴയ അങ്കാരവർണ്ണൻ ഇങ്ങനെ പറയുമ്പോൾ അർജുനൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ എനിക്ക് ചാക്ഷുഷി വിദ്യ പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ പകരമായിട്ട് അഗ്നേയാസ്ത്രം അങ്ങക്ക് ഞാൻ തരാം എന്ന് പറയാം. അഗ്നേയാസ്ത്രമല്ല, ക്ഷമിക്കണം, ബ്രഹ്മാസ്ത്രം ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ബ്രഹ്മാസ്ത്രം ബൃഹസ്പതി ഭരദ്വാജന് കൊടുക്കുകയും ഭരദ്വാജൻ അഗ്നിവേശന് കൊടുക്കുകയും അഗ്നിവേശൻ എന്നുള്ള ഋഷിക്ക് കൊടുക്കുകയും അഗ്നിവേശൻ ദ്രോണാചാര്യർ കൊടുക്കുകയും ദ്രോണാചാര്യൻ അത് അർജുനന് കൊടുക്കുകയും ചെയ്തതാണ് എന്ന് അർജുനൻ പറയുന്നുണ്ട്. ഈ ഒരു വിദ്യ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ പരസ്പരം കൈമാറും. അങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ പലരും അങ്ങനെ അല്ല പലപ്പോഴും, അല്ലെ? എനിക്കെന്ത് കിട്ടും അല്ലെ? അതാണ് അവിടെ ഒരു എനിക്ക് കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് പൊതുവെ പലർക്കും ഉണ്ടാവാറില്ല. എനിക്ക് എത്രത്തോളം കിട്ടും ഉള്ള ആളിൽ നിന്ന് മറ്റുള്ളവരുടെ നമുക്ക് എന്തൊക്കെ ഇങ്ങോട്ട് സ്വീകരിക്കാം, ആ ഒരു ചിന്തയാണ് കൂടുതൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അവർ പറയുന്നത് ഒരു തന്നാൽ ഒരു പാലോട്ട് നമ്മൾ പറയില്ല, അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം, ഒരു വഴിക്ക് മാത്രമല്ല, ഒരു വാക്കിന് മാത്രമല്ല, ഒരു ദിശയിലേക്ക് മാത്രമല്ല സഞ്ചരിക്കേണ്ടത്. അപ്പോ ചാക്ഷുഷി വിദ്യ സ്വീകരിക്കുമ്പോൾ അതിന് പകരമായിട്ട് ഈ ബ്രഹ്മാസ്ത്രം അർജുനൻ തിരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അങ്കാരവർണ്ണൻ അല്ലെങ്കിൽ ദഗ്ധരഥന് പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഈ സംസാരിക്കുന്ന തമ്മിൽ ഒരുപാട് ഒരു സംഭാഷണമൊക്കെ ഉണ്ട് ഇവർ തമ്മിൽ. അപ്പോഴൊക്കെ സാധാരണ നമ്മൾ കാണാറുള്ളത് അർജുനനെ ഏ കൗന്ദേയ ഭാരത എന്നൊക്കെ. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ഭാരത എന്ന് പറയുന്നതിന്റെ ആ ഒരു പിന്നിലെ ചരിത്രവും നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലെ? എന്തുകൊണ്ടാണ് അർജുനനെ അല്ലെങ്കിൽ പാണ്ഡവരെ ഭാരത എന്ന് വിളിക്കുന്നത്? അപ്പോ ദേവതനെ ഇപ്പൊ വിളിക്കുന്നത് തപത്യ എന്നാണ് വിളിക്കുന്നത്. ഹേ തപത്യ. തപത്യ എന്ന് പറഞ്ഞാൽ തപതിയുടെ പുത്ര എന്ന്. അപ്പൊ അർജുൻ ആ കൺഫ്യൂഷനായി, എന്താണ് എന്നിങ്ങനെ തപത്യ എന്ന് വിളിക്കാൻ കാരണം? എന്റെ പേര് കുന്തിപുത്രനല്ലേ, എന്നെ കൗന്ദയ്യ എന്നല്ലേ സാധാരണ വിളിക്കാറ്, ഇവിടെ എന്താ ഇപ്പൊ എന്നെ തപത്യ എന്ന് വിളിക്കാൻ കാരണം? അങ്ങനെ ഇവർ തമ്മിൽ ഒരു സൗഹൃദത്തിൽ എത്തിയല്ലോ, അല്ലെ? ഒരു സമാധാന കരാറിൽ എത്തിയല്ലോ, അല്ലെ? അതുകൊണ്ട് ഇനിയിപ്പോ സംസാരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യമായിട്ട്. ഇപ്പൊ ചോദിക്കും, അല്ലയോ ഗന്ധർവ, എന്തുകൊണ്ട് തന്നെ അങ്ങ് തപത്യ എന്ന് വിളിച്ചത്, അതായത് തപതിയുടെ പുത്ര എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? അപ്പോ ഗന്ധർവൻ വളരെ വിനയത്തോടെ പറയും, തപതി എന്ന ഒരു ശ്രീരത്നത്തിന്റെ കുലത്തിൽ ജനിച്ചത് കൊണ്ടാണ് താങ്കളെ ഞാൻ തപത്യ എന്ന് വിളിച്ചത്. അപ്പൊ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ ഒരു ചരിത്രം പറയും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മഹാഭാരതത്തിൽ കഥ, ഉപകഥ അങ്ങനെ പോയി തിരിച്ച് വീണ്ടും മെയിൻ കഥയിലേക്ക് വരുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടാവാറ്. നമ്മൾ നേരത്തെ പല കഥകളും നമ്മൾ ഉപകഥകളും കണ്ടിരുന്നു, അല്ലെ? നമ്മള് ദുഷ്യന്തൻ, ദമയന്തി, അതുപോലെ പല പല ഉപകഥകൾ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ഈ തപത്യ എന്ന് പറയുന്നത് സൂര്യന്റെ പുത്രിയായിട്ടുള്ള തപതിയാണ്. തപതി എന്നൊരു ദേവി, നമ്മള് സാവിത്രി എന്ന് കേട്ടില്ലേ? സാവിത്രി ദേവി, അല്ലെ? ഗായത്രി, സാവിത്രി എന്ന് കേട്ടില്ലേ? അപ്പൊ സാവിത്രി ദേവിയുടെ സഹോദരിയായിട്ടുള്ള സവിതാവായിട്ടുള്ള സൂര്യദേവന്റെ പുത്രിയായതുകൊണ്ട് സാവിത്രി. അപ്പൊ ആ സാവിത്രിയുടെ സഹോദരിയായിട്ടുള്ള തപതി. അപ്പൊ തപതി എന്നുള്ള ഒരു ദേവി, ഒരു സ്ത്രീ, സൂര്യപുത്രി. തപതി സൂര്യപുത്രിയാണ്, വളരെ സൗന്ദര്യവതിയും ആ സൗന്ദര്യം പറ്റി അവരോട് വർണ്ണിക്കുന്നു. സൗന്ദര്യവതിയും അങ്ങനെ ഒരു സ്ത്രീ അന്ന് വരെ ഉണ്ടായിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ സൗന്ദര്യമായിട്ട് ആ കുട്ടിയപ്പോ വളർന്ന് ഒരു യുവതിയായി മാറുമ്പോൾ ആരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നല്ല എപ്പോഴും ഈ പിതാക്കന്മാർക്ക് ആ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പെൺകുട്ടി വലുതാകുമ്പോൾ എങ്ങനെ
നല്ലൊരു കൈകളിൽ പിടിച്ചേൽപ്പിക്കണം. അതെല്ലാം രക്ഷാകർത്താക്കളുടെയും ഒരു ധർമ്മമാണ്, അവരുടെ ഒരു ആഗ്രഹമാണ്, അവരുടെ ഒരു പറയാ ആഗ്രഹമാണ്. അപ്പോ പെൺകുട്ടിയെ കുറിച്ച് വലുതായി തുടങ്ങുമ്പോൾ തന്നെ അവർ അതിനുള്ള കാശ് ചേർത്ത് വയ്ക്കും, അല്ലെങ്കിൽ അതിനുള്ള നല്ല വിദ്യാഭ്യാസം കൊടുക്കും. ഇന്നത്തെ കാലത്താണെങ്കിൽ, അന്ന് മുമ്പൊക്കെ ആണെങ്കിലും അതിനുള്ള കാശും മറ്റ് ദ്രവ്യങ്ങളൊക്കെ ചേർത്ത് വെക്കും പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ തന്നെ. അങ്ങനെ ഈ ഉത്തമനായിട്ടുള്ള ഒരാളെ തന്നെ ഏൽപ്പിക്കണമല്ലോ. ആ കാലഘട്ടത്തിലാണ് ഋക്ഷ മഹാരാജാവിന്റെ പുത്രനായിട്ടുള്ള സംവരണൻ എന്നൊരു രാജകുമാരൻ. അദ്ദേഹം ഈ കുരുവംശ രാജാവാണ്. അദ്ദേഹം സൂര്യ ഉപാസന തുടങ്ങി. സൂര്യനെ ഉപാസിച്ച് അദ്ദേഹം കഠിനമായ വ്രതങ്ങളൊക്കെ തപശ്ചര്യയൊക്കെ അനുഷ്ഠിച്ച് സൂര്യന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തനായിട്ട് മാറി. ആ സമയത്ത് സൂര്യന് സംപ്രീതനാവും. തന്റെ മകൾക്ക് ഉത്തമനായ ഒരു ഭർത്താവ് അദ്ദേഹമാണെന്ന് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ ആ പരാക്രമവും വീര്യവും ഒക്കെ അന്ന് ലോക പ്രശസ്തമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം മകളെ വിവാഹം കഴിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഈ സംവരണ മഹാരാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ അല്ലെങ്കിൽ മഹാരാജാവ്, അദ്ദേഹത്തിന്റെ ആചാര്യനായിരുന്നു വസിഷ്ഠമുനി. സ്വന്തം ആചാര്യനുള്ള വസിഷ്ഠമുനിയുടെ ഒരു മധ്യസ്ഥതയിൽ സൂര്യൻ സംസാരിച്ച് ഇദ്ദേഹമായിട്ടുള്ള വിവാഹം, അതായത് സംവരണനും തപതിയുമായിട്ടുള്ള വിവാഹം നടക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കറക്ഷൻ ഉണ്ട്. കുരുവംശ രാജാവെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഇവരുടെ പുത്രനാണ് ഗുരുവായിട്ട് ജനിക്കുന്നത്. ഈ സംവരണനും തപതിക്കും ഉണ്ടായ പുത്രനാണ് കുരു, അതിപ്രശസ്തനായിട്ടുള്ള രാജാവായിട്ട് മാറി. അപ്പൊ ആ കുരു ജനിച്ചത് കൊണ്ടാണ് ഈ വംശം കുരുവംശം എന്ന് അറിയപ്പെടാൻ കാരണം. ഈ വംശത്തിന് ഭരതവംശം, കുരുവംശം, അങ്ങനെ പല പേരുകളുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതിശക്തന്മാരെ മഹാരാജാക്കന്മാരുടെ ചില ചക്രവർത്തിമാരുടെ ആ പേരിലാണ് ഈ കുലം അറിയപ്പെട്ടിരുന്നത്. അപ്പോ ഈ സംവരണൻ തപതിക്കും കുരു എന്നുള്ള പുത്രൻ ജനിക്കുന്നു. ആ പുത്രൻ അതിപ്രശസ്തനാവുന്നു. വിവാഹം നടത്തിക്കൊടുത്തത് വസിഷ്ഠനാണ്. അപ്പൊ ഈ കഥയൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഇതിനിടയ്ക്ക് അർജുനൻ വസിഷ്ഠനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോഴ് അതേ വസിഷ്ഠനെ പറ്റി പറയുന്ന ഒരു സന്ദർഭമുണ്ട് ഇതിനകത്ത്. വിശ്വാമിത്രൻ എന്നുള്ള മഹാരാജാവ് എങ്ങനെയാണ് ബ്രഹ്മർഷിയായിട്ട് മാറുന്നത്, അല്ലെ? നമ്മളെപ്പോഴും പറയാറുണ്ട്, അല്ലെ, സ്വന്തം കർമ്മവും ഗുണവും കൊണ്ടാണ് ഓരോരുത്തർ ഓരോ വർണ്ണങ്ങളെ പ്രാപിക്കുന്നത്, അല്ലെ? ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ബ്രാഹ്മണ എന്ന് പറയുന്ന ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഈ ഒരു കാറ്റഗറീസ് അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാവുന്നത് അങ്ങനെയാണ്, കർമ്മവും ഗുണവും കൊണ്ടൊക്കെയാണ്, അല്ലെ? അപ്പോ വിശ്വാമിത്രൻ ക്ഷത്രിയനായിട്ട് അദ്ദേഹം ബ്രഹ്മജ്ഞാനം നേടി ബ്രഹ്മപദത്തിലെത്താൻ എന്താ പറയാ ഒരു ബ്രഹ്മർഷിയായിട്ട് മാറി. അതെങ്ങനെയാണെന്ന് നോക്കാം. അദ്ദേഹം രാജാവായിരിക്കുന്ന സമയത്ത് വിശ്വാമിത്രൻ ഗാദി എന്ന് പറയുന്ന ഒരു മഹാരാജാവിന്റെ പുത്രനായിരുന്നു വിശ്വാമിത്രൻ. ഗാദി പുത്രനായിട്ടുള്ള വിശ്വാമിത്രൻ നായാട്ടിനൊക്കെ പോയി അങ്ങനെ ഈ മുനിമാരുടെയൊക്കെ ആശ്രമങ്ങൾ എപ്പോഴും ഈ വനങ്ങളിലുള്ളിൽ വനത്തിനുള്ളിലൊക്കെ ആയിരിക്കും. അങ്ങനെ വസിഷ്ഠന്റെ ആശ്രമത്തിൽ എത്തി. അപ്പൊ നോക്കുമ്പോൾ സാധാരണ ഒരു മുനിയുടെ ആശ്രമം. പക്ഷേ ഇതിന്റെ പടയാളികൾക്ക് ഇതിന് വേണ്ടുന്ന എല്ലാ ഭക്ഷണ വസ്തുക്കളും അവർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം അവിടെ ഒരു രാജകീയമായിട്ട് രീതിയിലൂടെ ഒരുക്കപ്പെട്ടിരുന്നു. ഇത് കണ്ട് ഇതിന് വളരെ അത്ഭുതം തോന്നി. ഇത് എങ്ങനെ സംഭവിച്ചു? വസിഷ്ഠൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണനാണ്, മഹാബ്രാഹ്മണനാണ്, മുനിയാണ്. ഇവർക്ക് തന്നെ ഒളിച്ചു വെക്കുന്ന ഒരു ശുദ്ധഗതിക്കാരായതുകൊണ്ട് മറച്ചു വെക്കുന്ന, അവർക്ക് വേറെ ഒന്നും മറച്ചു വെക്കാനില്ല. അതുകൊണ്ട് ഉള്ളതുള്ള പോലെ തന്നെ പറയുക. അദ്ദേഹം പറയും, ഇവിടെ സുരഭി എന്നൊരു പശുവുണ്ട്. ഈ പശുവിന്റെ ശക്തി എന്താ പറയാ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ കിട്ടുന്നത്, ശക്തി കൊണ്ടാണെന്ന് പറയും. ഇതായപ്പോഴത്തേക്കും അല്ലെ ഇതും കൂടെ കിട്ടിയാലോ എന്നൊരാഗ്രഹം നമുക്ക് തോന്നാറുണ്ടല്ലേ? എവിടെ നമുക്ക് ചില ആൾക്കാർ നമുക്ക് ചില ഗിഫ്റ്റ് തരുമ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, അത് ഇവിടെ നിന്നാണ്, എനിക്ക് ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ ഒരു മരം വീട്ടിലുണ്ട്, അവിടെ നിന്നാണ് ഈ മാങ്ങ കിട്ടിയത് അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് കിട്ടുന്നവരെന്നാണ് ഞങ്ങൾക്കും കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം തോന്നാറുണ്ട്, അല്ലെ? നമുക്ക് നട്ടു വളർത്താനും വയ്യ, പക്ഷെ ആ മരത്തിൽ നിന്ന് ഇതൊക്കെ കിട്ടിയാൽ കൊള്ളാം ഫ്രീ ആയിട്ട്, അല്ലെ? അങ്ങനെ ഒരു ചിന്താഗതിയാണ് സാധാരണ പൊതുവെ ജനങ്ങൾക്കുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഈ പശുവിനെ കിട്ടിയാൽ കൊള്ളുന്ന ആഗ്രഹമാണ്. അപ്പൊ അദ്ദേഹം പറയും, ചോദിക്കും വിശ്വാമിത്രൻ വസിഷ്ഠനോട് ചോദിക്കും, എനിക്ക് ഈ പശുവിനെ തന്നാൽ മതി എന്ന് പറയും. പക്ഷേ വസിഷ്ഠൻ പറയും,
എനിക്കങ്ങനെ തർക്കിക്കണമെന്നോ അല്ലെങ്കിൽ താങ്കളോട് യുദ്ധം ചെയ്യണമെന്നോ അങ്ങനെ, ഞാനൊരു ബ്രാഹ്മണനാണ്. എനിക്ക് ബ്രാഹ്മണന്റെ എക്കാലത്തെ ഗുണം എന്താണ്? ശാന്തി സമാധാനവും ഒക്കെയാണ് ബ്രാഹ്മണർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വഴക്കിനോ ഒന്നും താല്പര്യമില്ല. ഞാൻ ഇവളോട് തന്നെ ചോദിക്കാം, ഇവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നോട്ടെ താങ്കളുടെ കൂടെ എന്ന് പറയും. ഇത് കേട്ടപ്പോൾ സുരഭിക്ക് ആവേശമായി. തന്റെ യജമാനെ വിട്ട് പോകാൻ സുരഭിക്ക് ഒരു ആഗ്രഹമില്ല. അപ്പോൾ ഇദ്ദേഹം പറയും, അപ്പൊ പറയും, താങ്കൾ എന്നെ ഈ സുരഭി ചോദിക്കുകയാണ്, താങ്കൾക്ക് എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കുകയാണോ താങ്കൾ എന്നെ? ഇത്രയും കാലം താങ്കളെ ആശ്രയിച്ചിരുന്ന എന്നെ വെറുതെ ആർക്കെങ്കിലും പിടിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോ ഈ ബ്രാഹ്മണോത്തമനായിട്ടുള്ള വസിഷ്ഠൻ പറയും, നിന്നെ അങ്ങനെ ഉപേക്ഷിക്കുകയൊന്നുമല്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം, നിനക്ക് ഇദ്ദേഹത്തിനോട് ഒപ്പം പോകാൻ താല്പര്യമില്ല പോവാം, അത്രേ ഞാൻ പറയൂ. അപ്പൊ നിൽക്കാം എന്നുള്ള ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട് ചെറിയ പറയും, എനിക്കിവിടെ നിന്നാ മതി, എനിക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത്രയും ആയപ്പോ വിശ്വാമിത്രൻ ആ ശത്രുവീര്യമുള്ള ആളാണല്ലോ, എല്ലാം പിടിച്ചെടുക്കുക എന്നൊക്കെ ഉള്ള ഒരു ധാരണയാണല്ലോ, ആയുധം കൊണ്ട് എല്ലാവരെയും കീഴ്പ്പെടുത്താം എന്നൊക്കെ ഓരോ ചിന്തയുള്ള ആൾക്കാരാണ്. അതെ, പൊതുവെ ആൾക്കാർക്ക് ചിന്തയുണ്ടല്ലേ, പണവും പ്രതാപവും ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആരെയും തോൽപ്പിക്കുക എന്തും ചെയ്യാന്നുള്ളൊരു ധാരണ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ രാജാവായിട്ടുള്ള ഈ വിശ്വാമിത്രൻ എന്ന പടയാളികളെ കൊണ്ട് പല പ്രയോഗത്തില് ഈ സുരഭയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് പ്രതിരോധം വേണമല്ലോ അല്ലെ? നമ്മൾ ആരെയും ആക്രമിക്കുക, നമ്മുടെ ഭാരതത്തിന്റെ ഒരു സനാതന സംസ്കാരത്തിന്റെയും ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്, നമ്മൾ ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കാറില്ല ഒരിക്കലും. ഒന്നിന്റെ പേരിലും ഒരു വർണ്ണ വിഭജനത്തിന്റെ അല്ലെങ്കിൽ ധർമ്മത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലൊന്നും ആരെയും ആക്രമിക്കാറില്ല നമ്മള്. പക്ഷെ ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായി ചെറുത്ത് നിൽക്കുക എന്നുള്ളത് അത് ഓരോ ജീവിയുടെ ധർമ്മം കൂടിയാണ്. അതുകൊണ്ട് ഈ വിശ്വാമിത്രൻ ഈ സുരഭിയുടെ മറ്റു കഴിവുകളെന്ന് പറഞ്ഞു, സുരഭിയുടെ ശരീരത്തിൽ സുരഭി എന്ത് ചെയ്തു? ആയിരക്കണക്കിന് പടയാളികളെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി, പുറത്തുവിടാൻ തുടങ്ങി. അതും മ്ലേച്ഛ, യവന, ഹൂണ, പുളിന്ത എന്ന് പറയുന്ന കിരാത എന്ന് ഇതിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട കുറെ എന്താ പറയുക സൈന്യങ്ങളെയാണ് ഇറക്കി വിട്ടത്. അവരാകുമ്പോൾ അവർ പ്രതി ധർമ്മവും ശാസ്ത്രമൊന്നും ഇല്ല, ധർമ്മവും ഒന്നുമില്ല, ആരെ എങ്ങനെ വേണമെങ്കിലും എന്താ പറയാ കഥ കഴിക്കാം എന്നുള്ളതാണ്. അങ്ങനെ എണ്ണമറ്റ സൈന്യങ്ങൾ വന്നപ്പോ വിശ്വാമിത്രന്റെ ഓരോ പടയാളികളെയും സുരഭിയുടെ 5-6 പടയാളികളാണ് നേരിടാൻ തുടങ്ങിയത്. ഇത്രയും കണ്ടപ്പോ, ഇത്രയൊക്കെ ആയപ്പോ വിശ്വാമിത്രന്റെ പട പേടിച്ചോടാൻ തുടങ്ങി. വിശ്വാമിത്രൻ വിചാരിച്ചത് ഈ ബ്രാഹ്മണർക്ക് എന്ത് ശക്തി, എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ഈ ശക്തിയും എന്റെ ഈ ഒരു ആയുധബലം ഒക്കെയാണ് വലുതെന്നൊക്കെ വിചാരിച്ചിരുന്ന വിശ്വാമിത്രന് ഇത്രയും കണ്ടപ്പോ വളരെ വലിയൊരു റിയലൈസേഷൻ, ഒരു സാക്ഷാത്കാരം അവിടെ ഒരു എന്താ പറയുക തിരിച്ചറിവ് തോന്നാണ്. എന്റെ ഈ ശസ്ത്രവീര്യോ അല്ലെങ്കിൽ ആയുധങ്ങളോ പടയാളികളോ ഒന്നും അല്ല, പവറോ ഒന്നും അല്ല, ബ്രാഹ്മണന്റെ തപശ്ചര്യക്കാണ് പവർ കൂടുതൽ, ശക്തി കൂടുതൽ എന്ന് തിരിച്ചറിയുകയും അദ്ദേഹം അന്ന് മുതൽ തന്റെ സാമ്രാജ്യവും പദവിയും എല്ലാം ഉപേക്ഷിച്ച് തപശ്ചര്യക്ക് പോയി ബ്രഹ്മജ്ഞാനം നേടി ബ്രാഹ്മണനാവണം, ബ്രാഹ്മണന്റെ ആ ശക്തികളൊക്കെ നേടണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്ത് അദ്ദേഹം അങ്ങനെ ഗാദിപുത്രനായിട്ടുള്ള വിശ്വാമിത്രൻ അന്ന് മുതൽ തപശ്ചര്യ അനുഷ്ഠിച്ചു, കഠിന വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചു അദ്ദേഹം ബ്രഹ്മർഷി പദത്തിലേക്ക് എത്തി. അദ്ദേഹം രാജർഷിയാണ്, അതേസമയം ബ്രഹ്മർഷിയോ. അങ്ങനെ വസിഷ്ഠന്റെയും വിശ്വാമിത്രന്റെയും ആ ഒരു ഇത് കഴിയുമ്പോൾ ഇവർ തമ്മിൽ ഒരുപാട് സംഭാഷണം വരുന്നുണ്ട്, പ്രധാനപ്പെട്ട മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അത് കഴിയുമ്പോൾ ഈ അർജുനൻ ചോദിക്കും, ഞങ്ങൾക്ക് നേരെ അങ്ങ് എന്തുകൊണ്ട് ആക്രമണം നടത്താൻ വന്നത്, ആക്രമിക്കാൻ വന്നത് എന്തിനാണ്? ഞങ്ങൾ തെറ്റവും ചെയ്തില്ലല്ലോ. അതൊരു കാരണം കാണൂല, അല്ലാതെ വെറുതെ അങ്ങനെ ആക്രമിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറയും, ഒരു കാരണം ആർക്കായാലും പെട്ടെന്ന് ദേഷ്യം വരില്ലേ, ഞാൻ ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നത് പെട്ടെന്ന് ഒരു ഇറിറ്റേഷൻ, ഒരു അസ്വസ്ഥത സാധാരണ ഉണ്ടാവാറുണ്ട്. അതുപോലെ എനിക്കും ഉണ്ടായി. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത്, നിങ്ങൾ ആരും ഒരു പ്രത്യേക ആശ്രമത്തിൽ പെട്ടവരല്ല. ഏതാശ്രമം? മറ്റേ സ്വാമിമാരുടെ ഓരോ ആശ്രമങ്ങളല്ല, നമ്മുടെ വർണ്ണാശ്രമ ധർമ്മത്തിലെ ആശ്രമങ്ങൾ. ഏതൊക്കെയാണ് 4 ആശ്രമങ്ങൾ ആർക്കെങ്കിലും പറയാമോ? ഗാർഹസ്ഥ്യം, സന്യാസം, വാനപ്രസ്ഥം,
ശൈശവ ഗുരു അല്ല പഠിക്കുന്ന സമയത്ത് ഓർഡറിൽ പറയൂ. അതായത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 അല്ലെ? ശാസ്ത്രപ്രകാരം ഒരു വ്യക്തി ഈ ഏതെങ്കിലും ഒന്നിൽ പെട്ടിരിക്കണം എന്നാണ്. അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പെടാതെ അങ്ങനെ അലഞ്ഞു നടക്കാൻ പാടില്ല. അതായത് സമാവർത്തനം കഴിഞ്ഞ് പഠിത്തമെല്ലാം കഴിഞ്ഞ് അല്ലെ, 25 വർഷം എന്ന് ഏകദേശം പറയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസം, ഗുരുകുലം വിട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത ആശ്രമത്തിലേക്ക് കടക്കണം എന്നാണ് അന്നല്ല ഇന്നും ശാസ്ത്രവിധി അങ്ങനെയാണ്. ബ്രഹ്മചര്യമായിട്ട് നിൽക്കണമെങ്കിൽ ആശ്രമത്തിൽ ചെന്ന് ഗുരുവിന്റെ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയുടെ കീഴിൽ ഏതെങ്കിലും സന്യാസിയോ അല്ലെങ്കിൽ ബ്രഹ്മചര്യമായിട്ടുള്ള ആശ്രമങ്ങളിൽ ജോയിൻ ചെയ്ത് അങ്ങനെ നിൽക്കുക, വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ. അല്ല, അഥവാ വിവാഹം കഴിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ്, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുക എത്രയും പെട്ടെന്ന്. അങ്ങനെ ഒരു ആശ്രമത്തിലും പെടാതെ നടക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ആരും ഒരു ആശ്രമത്തിലും പെടാതെ, നിങ്ങൾ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു നിങ്ങൾ ഗൃഹസ്ഥരായിട്ടുമില്ല, ഇതിനിടയ്ക്കുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കടന്നു വരാനുള്ള ഒരു അധികാരം ഇല്ല, പ്രത്യേകിച്ച് അത് ഈ ആ സമയത്ത്. രണ്ടാമത്തെ ഒരു പ്രധാന കാരണം, നിങ്ങൾക്കൊരു അഥവാ ഈ സമയത്ത് വരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രാഹ്മണനായ ഒരു വഴികാട്ടി നിങ്ങൾക്ക് വേണം. ഇതിലൊരു ബ്രാഹ്മണൻ നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് വേണം. എന്തുകൊണ്ടാണ് അങ്ങനെ? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിന്റെ തന്നെ ഒരു വഴികാട്ടിയാണ്, അല്ലെ? ഗൈഡാണ്, ഒരു മാർഗദർശിയാണ്. നമ്മൾ ഇന്ന് പറയുന്ന ജാതി ബ്രാഹ്മണൻ ഉദ്ദേശമല്ല പറയുന്നത്. കർമ്മം കൊണ്ട് ബ്രാഹ്മണൻ അല്ലെങ്കിൽ പണ്ഡിതൻ എന്നൊക്കെ, പണ്ഡിതന്മാരെ ബ്രാഹ്മണര് അങ്ങനെയാണ് പറയപ്പെടുന്നത്. പണ്ഡിത ബ്രാഹ്മണന്റെ അല്ലെങ്കിൽ അറിവുള്ളവൻ, ജ്ഞാനിയായിട്ടുള്ള ബ്രാഹ്മണന്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇല്ലായിരുന്നു. നമുക്കറിയാം, ഇന്നും പത്മനാഭ വിഷയത്തിലല്ലേ മഹാരാജ എഴുന്നള്ളുമ്പോൾ നമ്മൾ കാണാറുണ്ട് അല്ലെ, ഒരു ബ്രാഹ്മണനാണ് മുമ്പിൽ വാളും പിടിച്ച് അതിന് വഴികാട്ടിയായിട്ട് പോകുന്നത്. ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ബ്രാഹ്മണൻ വഴികാട്ടുന്ന വെറുതെ നമ്മൾ നടന്നുമ്പോൾ വഴികാട്ടുക എന്ന അർത്ഥം മാത്രമല്ല. നമ്മളെ ശരി തെറ്റ്, ശാസ്ത്രവിധി അല്ലെങ്കിൽ ശാസ്ത്രവിരുദ്ധം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂടെ എപ്പോഴും ഒരു വഴികാട്ടിയുള്ള ഗുരുസ്ഥാനത്ത് ഒരു ആള് വേണം, ജ്ഞാനിയായിട്ടുള്ള ഒരാള് വേണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ 2 കാരണങ്ങളാണ് നിങ്ങൾക്കെതിരെ ഞാൻ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകാൻ നേരത്ത് ഈ 100 കുതിരകളെ തരാം, 100 ഗുണം 5 സാധനങ്ങള് കടയിലൊക്കെ കൊടുത്തിട്ട് അത് എല്ലാം പറയും. മറ്റേത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ അതും ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ ഈ 500 കുതിരകളെ തരാമെന്ന് പറയുമ്പോൾ ഇവർക്ക് അതിനുള്ള സാഹചര്യമില്ലല്ലോ. ഈ 500 കുതിര കിട്ടിയ എന്ത് ചെയ്യും ഇവരെ ഇപ്പം ഒരു എന്താ പറയാ ഭിക്ഷാടന ബ്രാഹ്മണരുടെ വേഷത്തിൽ നടക്കുന്നത്. ഇവര് കുതിരയെ കൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് അർജുനൻ പറയും, ഈ കുതിരകളെ തൽക്കാലം താങ്കളിൽ നിന്ന് സൂക്ഷിച്ചോളൂ, ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ചോദിക്കാം, അപ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ ഒരു ഉടമ്പടി ആയിട്ട് ഇവര് നടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ ഒരു ബ്രാഹ്മണനെ വഴികാട്ടിയായിട്ട് വേണമെന്നുള്ളത്, ഗൈഡായിട്ട് വേണം. അപ്പോ ആരാണ് ഉത്തമനായിട്ടുള്ള വ്യക്തി, ആരാണെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, ഇവിടെ അടുത്ത് തന്നെ ഒരാള് ഉണ്ട്, ദൗമ്യൻ എന്നാണ് പേര്. ദൗമ്യൻ നമ്മുടെ ദേവല ഋഷിയുടെ സഹോദരനായിട്ടുള്ള ദൗമ്യൻ ഉത്തമമായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ പുരോഹിതനും വഴികാട്ടിയായിട്ട് നിങ്ങൾ നിശ്ചയിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇദ്ദേഹം അവിടെ നിന്ന് യാത്രയാവുന്നത്. അങ്ങനെ ഇവര് ഉത്കോചക എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഈ ദൗമ്യൻ ജീവിക്കുന്നത്. ആ ദൗമ്യനെ കാണുന്നു. ഈ ദേവല ഋഷിയുടെ അനുജനാണ്, ഇളയ സഹോദരനാണ് ഈ ദൗമ്യൻ. അപ്പൊ ദൗമ്യൻ ഉള്ള സ്ഥലത്തേക്ക് ഇവർ പോവുകയും ദൗമ്യനെ കണ്ടുമുട്ടുകയും ഇവരുടെ ആവശ്യം പറയുകയും ചെയ്തപ്പോൾ സന്തോഷത്തോടു കൂടി ദൗമ്യൻ ഇവരുടെ പുരോഹിത സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇവർ വീണ്ടും യാത്രയാവുന്ന സമയത്ത് ഇവർ പോകുന്ന വഴിക്ക് ഇവര് കുറച്ച് ബ്രാഹ്മണരെ കണ്ടുമുട്ടും. അപ്പൊ അവര് പറയുന്നുണ്ട്, ഇവിടെ അടുത്തൊരു ഉത്സവം പോലൊരു സംഭവം നടക്കുന്നുണ്ട്. പാഞ്ചാല രാജാവിന്റെ മകളുടെ
സ്വയംവരമാണ്, അതിൽ വലിയൊരു ഉത്സവമായിട്ടാണ് അദ്ദേഹം അത് എല്ലാം അതിന്റെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ലോകത്തിലുള്ള എല്ലാ രാജകുമാരന്മാരും അവിടെ വരുന്നുണ്ട്, രാജാക്കന്മാരും രാജകുമാരന്മാരും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്, കാണാനായിട്ട് പോവാണ്. ഇവരുടെ ആ ഒരു തേജസ്സൊക്കെ കാണുമ്പോൾ ശരിക്കും ദേവന്മാരുടെ പുത്രന്മാരാണ്. അപ്പോൾ അവർക്ക് ആ ദൈവ ചൈതന്യം ഇവർക്കുണ്ട്, ആ ഒരു പ്രത്യേക ഒരു മറ്റുള്ള സാധാ മനുഷ്യരെക്കാൾ ഒരു പ്രത്യേകത ഇവർക്കുണ്ട്. ഇവരെ കണ്ട ബ്രാഹ്മണര്, ഇവരും ബ്രാഹ്മണരാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളും വരും ഞങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും ചിലപ്പോൾ ആ ദ്രുപദപുത്രിയെ വിവാഹം കഴിക്കേണ്ടി വരുന്നത്, അല്ലെ ആ ഇത് ജയിക്കുന്നതും. ദ്രുപദപുത്രി നിങ്ങൾക്കായിരിക്കാം ഒരാൾക്കായിരിക്കാം മാല ചാർത്തുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഇതിനെപ്പറ്റി വിശദീകരിച്ച് അവിടുത്തെ ഒരുക്കങ്ങളെ പറ്റി പറഞ്ഞ് വിശദീകരിച്ചിട്ട് കൂടെ കുട്ടി നടന്നു പോവാണ്. അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് വീണ്ടും ഇവരുടെ മുന്നിലേക്ക് ഇവരുടെ മുത്തശ്ശനായിട്ടുള്ള വ്യാസദേവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഇവര് വീണ്ടും അവിടേക്ക് പോകുന്നതിനെ പറ്റി കുറച്ച് ഉത്സാഹം വർദ്ധിപ്പിക്കുകയാണ് സംസാരിച്ചിട്ട്. ഉത്സാഹം വർദ്ധിപ്പിച്ചവരെ വീണ്ടും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തവരെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇവര് ദ്രുപദന്റെ പാഞ്ചാല രാജ്യത്ത് കിടക്കുകയാണ്. അവിടെ കടന്ന ശേഷം ഇവരുടെ ഒരു കുശവന്റെ കുടിലില് ആണ് താമസിക്കുന്നത്. കുശവൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ കുലാലൻ, അതായത് മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആള്. നമ്മൾ സാധാരണ അല്ലാതെ പറഞ്ഞ കുശവൻ എന്ന് പറയുന്നത് ഒരു വേറൊരു യൂസേജ് പോലല്ല. ഈ കുശവൻ എന്ന് പറഞ്ഞാൽ നല്ല വാക്കാണ്, പോട്ടർ എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ. ഈ മണ്ണ് കൊണ്ട് ചട്ടിയും കലവും ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ ഇവര് ആ കുശവന്റെ വീട്ടിൽ ഇവര് താമസിക്കുക. അങ്ങനെ അവിടെ ആ ഉത്സവം ഇങ്ങനെ അതിന്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക മുഹൂർത്തത്തിലാണ് ഈ സ്വയംവരം വച്ചേക്കുന്നത്. പക്ഷെ അതിന് മുമ്പും പിമ്പും ഒക്കെ വളരെ വേദമന്ത്രഘോഷങ്ങളും അതുപോലെ തന്നെ വാദ്യങ്ങളും പലതരത്തിലുള്ള നൃത്തങ്ങളും സംഗീതവും ഒക്കെ അവിടെ ഇങ്ങനെ അലയടിക്കുകയാണ് ആ ഒരു നഗരത്തിൽ. അങ്ങനെ ഒരു പോവും. മറ്റുള്ള ബ്രാഹ്മണർക്കൊക്കെ അവിടെ എല്ലാം നമ്മൾ കണ്ടില്ല, നമ്മുടെ പ്രോഗ്രാമുകൾ കണ്ടിട്ടില്ല, നമ്മുടെ ബ്രഹ്മോത്സവം നമ്മൾ കണ്ടില്ലേ, പ്രത്യേകതരം എല്ലാ വരുന്നവർക്ക് പ്രത്യേകം പ്രസാദം, പ്രത്യേക താമസ സൗകര്യം, വാഹന സൗകര്യം, ഇതൊക്കെ. അതുപോലെ ഒരു പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വൈദ്യശാസ്ത്രം അനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ഗസ്റ്റ് വരുമ്പോ അല്ലെങ്കിൽ അതിഥികൾക്ക് നമ്മൾ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ എല്ലാം വളരെ, അതും രാജാവാകുമ്പോൾ അറിയാമല്ലോ എന്തുമാത്രം നന്നായിട്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ 7 നിലയുള്ള മാളികകളും ഒക്കെയാണ് അദ്ദേഹം, മാളികകളും അതിനു ചുറ്റും വലിയ വലിയ മതിൽക്കെട്ടുകളൊക്കെയുള്ള വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇദ്ദേഹം ദ്രുപദ മഹാരാജാവ് ഏർപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ആ ഒരു മുഹൂർത്തം വന്നു. ഈ ബ്രാഹ്മണരുടെ കൂടെ പാണ്ഡവരും ബ്രാഹ്മണ വേഷത്തിൽ പോവാണ്, ബ്രഹ്മചാരികളുടെ രൂപത്തിൽ പോവാണ്. അങ്ങനെ പോയി അവിടെ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ അവിടെ ഇരിക്കുകയാണ്. ഒരു എന്താ പറയാ, അവിടെ ആ ഒരു ഇതിനെപ്പറ്റി വളരെ വിശേഷമായിട്ട് പറയുന്നുണ്ട്. ജനസമുദ്രമായിട്ട് മാറി അവിടെ ഈ ഒരു വിശേഷപ്പെട്ട, കാരണം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു, അല്ലെങ്കിൽ വനിതയായിരുന്നു ഈ ദ്രൗപദി. നമ്മൾ നേരത്തെ പറഞ്ഞു ദ്രൗപദിയുടെ അംഗലാവണ്യത്തെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാനായിട്ട് പല നാടുകളിലെ രാജാക്കന്മാരും രാജകുമാരന്മാരുടെ സന്നിഹിതരായിരുന്നാ പറയുന്നത്. ദുര്യോധനൻ, ശകുനി, അശ്വത്ഥമാവ്, വിരാടൻ 2 പുത്രന്മാര്, ശല്യർ, പൗണ്ഡ്രകൻ, ഭഗദത്തൻ, സാമ്പൻ, പ്രദ്യുഗ്നൻ, ചാരുദേഷ്ണൻ. ഇതിൽ സാമ്പൻ, പ്രദ്യുഗ്നൻ, ചാരുദേഷ്ണൻ കൃഷ്ണന്റെ മക്കളാണ്. ശിശുപാലൻ, ജരാസന്ധൻ, ഇവരെല്ലാവരും അവിടെ ഇങ്ങനെ അന്ന് അറിയപ്പെടുന്ന എല്ലാ രാജാക്കന്മാരും രാജകുമാരന്മാരും ഉണ്ടായിരുന്ന പറയപ്പെടുന്ന. അങ്ങനെ വാദ്യഘോഷങ്ങളും വേദമന്ത്രങ്ങളും മുഴങ്ങുന്ന ആ ഒരു വേദിയിലേക്ക് അതീവ സുന്ദരിയായിട്ടുള്ള ദ്രൗപദിയെ സ്വന്തം സഹോദരനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ കൈപിടിച്ച് കൊണ്ടുവരികയാണ്. വേദിയിലേക്ക് കൊണ്ടുവന്ന് ആ വരുന്ന പെൺകുട്ടി, ഇത്രയും അങ്കലാവണ്യമുള്ള സുന്ദരിയായിട്ടുള്ള ആ ഒരു ദ്രൗപദി, കൃഷ്ണയുടെ കയ്യിൽ അതിമനോഹരമായിട്ടുള്ള ഒരു പൂമാലയും ഒരു ജലപാത്രം ഉണ്ടായിരുന്നു പറയണം. സ്വർണത്തിലുള്ള ഒരു ജലപാത്രം, അർഘ്യപാത്രം ഇതോട്ട് വേദി. അപ്പൊ അങ്ങനെ വരുന്ന കൈപിടിച്ച് കൊണ്ടുവരുന്ന ആ രാജകുമാരി വേദിയിലേക്ക് വരുന്നു. അപ്പൊ എല്ലാ രാജകുമാരന്മാരും ഇതെനിക്ക് ഈ പെൺകുട്ടി സ്വന്തമാക്കണം. അങ്ങനെ കാണുന്ന എല്ലാവരും ഇങ്ങനെ മതിമറന്നു പോവുകയാണ് ആ ഒരു അപൂർവ സൗന്ദര്യം കണ്ടിട്ട്. ആ സാഹചര്യത്തിൽ ദൃഷ്ടദ്യുമ്നൻ ആണ് സഹോദരൻ, പറഞ്ഞുവല്ലോ.
അപ്പോൾ ദൃഷ്ടദ്യുമ്നൻ എല്ലാ ഇരിക്കുന്ന രാജകുമാരന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താൻ, പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സഹോദരിക്ക്. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട മാത്രമല്ല, അതിന് മുമ്പ് കണ്ടീഷൻ ഉണ്ട്. അവിടെ ദ്രുപദ മഹാരാജാവ് വളരെ വിശേഷപ്പെട്ട ഒരു പരീക്ഷണം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണ്? വിശേഷപ്പെട്ട ഒരു വില്ല്, ഞാണ് കെട്ടാത്ത വില്ലാണ്. ആ വില്ല് എടുത്ത് കൊലച്ച് ഞാണ് കെട്ടി, അത് കെട്ടിയാൽ മാത്രം പോരാ അല്ലെ. സീതാസ്വയംവരത്തിന് ഞാണ് ഒടിക്കുക അല്ലെങ്കിൽ ഞാണ് കെട്ടി വില്ലൊടിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഒരു കടമ്പോട് കിടക്കണം. മുകളില് ഒരു മത്സ്യം, അതിന് ചുറ്റും കറങ്ങി കൊണ്ടിരിക്കുന്ന ഒരു ചക്രം, താഴെ ജലത്തിൽ അതിന്റെ പ്രതിബിംബം നോക്കി ആ മത്സ്യത്തിലേക്ക് അമ്പെയ്ത് കൊള്ളിക്കണം. നമ്മൾ നേരിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. കറങ്ങിക്കൊണ്ട് ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ട്, ചക്രത്തിന് ആരക്കാലുണ്ടാവില്ല, ആരക്കാലുകൾ, ആ കാലുകൾ തട്ടി കൃത്യമായിട്ട് കൊള്ളണമെന്നില്ല. അത്രമാത്രം ഒരു കൃത്യമായിട്ട് അമ്പെയ്യാനും ആ ഒരു കാൽക്കുലേഷനൊക്കെ അറിയുന്ന ഒരു യോദ്ധാവിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അത് മാത്രമല്ല, ആദ്യത്തെ സ്റ്റെപ്പ് ഈ വില്ലെടുത്ത് കൊലയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു, സാധാരണ ആർക്കും പറ്റാത്ത ഒരു തരത്തിലുള്ള വില്ലായിരുന്നു വെച്ചിരുന്നത്. കാരണം ഒരു കാരണം പറയുന്നുണ്ട് ഇതിന്. അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വില്ലാളിവരെന്ന് അറിയപ്പെട്ടുന്നത് അർജുനനാണ്. ഈ അർജുനന് മാത്രം എടുത്ത് കൊലയ്ക്കാൻ പറ്റുന്ന അത്രയും ഒരു വില്ലാണ് അവിടെ ദ്രുപദൻ ചെയ്തു വെച്ചിരുന്നത്. ദ്രുപദനെ അന്ന് കീഴടക്കുന്ന സമയത്ത് അർജുനനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ദ്രുപദന് സ്വന്തം മകൾക്ക് അനുയോജ്യനായ വരൻ ഇവനാണെന്ന് അന്നേ മനസ്സിൽ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ അർജുനൻ മാത്രം കൊലയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള വില്ല് അവിടെ വെച്ചിരുന്നു. അതിനറിയായിരുന്നു വേറെ ആർക്കും ഇത് കൊലയ്ക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഓരോരുത്തരായിട്ട്, അപ്പോ സഹോദരൻ പറയാണ്, ഇതിൽ വില്ല് കൊലച്ച് ഇവര് ഈ മത്സ്യത്തിന്റെ അമ്പയിച്ച് കൊള്ളിച്ച് താഴെ ഇടുന്ന ആൾക്ക് നീ മാല അണിയിക്കണം എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഓരോ രാജകുമാരന്മാരും അവരുടെ കഴിവ് തെളിയിക്കാൻ വന്നു. ഓരോരുത്തരും വന്നു, അവരെല്ലാം പരാജയപ്പെട്ടു. വളരെ എന്താ പറയാ, അവരുടെ ആഭരണങ്ങളൊക്കെ ചെതറി വീണു, മാല തെറിച്ചു വീണു. ചില ഈ വില്ല് കെട്ടുന്ന സമയത്ത് ആ വില്ലിന്റെ ഒരു സ്പ്രിങ് ആക്ഷൻ കാരണം പല രാജാക്കന്മാരും തെറിച്ചു പോവുകയാണ് ദൂരേക്ക്. അങ്ങനെ പലരും പരാജയപ്പെട്ടു. അതിപ്രഗത്ഭന്മാരായുള്ള പലരും, ജരാസന്ധൻ ഉൾപ്പെടെ പലരും പരാജയപ്പെട്ടു. ദുര്യോധനും പറ്റിയില്ല. അങ്ങനെ കർണൻ എന്ന് പറയുന്ന ഒരു മഹാരഥൻ, സൂര്യപുത്രൻ, അവിടെ സൂര്യതേജസ്സോടെ ഇവിടെ വരികയാണ്. വന്നു ആ വില്ലെടുത്ത് വളരെ നിസ്സാരമായിട്ട് ഞാണ് കെട്ടി അടുത്ത് ഈ മത്സ്യത്തേക്ക് നോക്കി അമ്പെയ്യുന്ന സമയത്ത് ചെയ്യാൻ പോകുന്ന തൊട്ട് മുമ്പ് ദ്രൗപദി എഴുന്നേറ്റുടനെ പറയുന്നു, എനിക്ക് ഒരു സൂതപുത്രനെ ഭർത്താവായിട്ട് വേണ്ട എന്ന് പറയും. ഇത്രയും വലിയ അവമാനം വേറെ ഇല്ല. അങ്ങനെ ആ വില്ല് അവിടെ താഴേക്ക് എറിഞ്ഞ് വളരെ നിരാശനായിട്ട് കർണൻ അവിടെ നിന്നും നടന്ന് അപമാനഭാരത്തോടുകൂടി തല കുനിച്ചുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. ഇതിനു മുമ്പായിട്ട് ഈ വേദിയിലേക്ക് കൃഷ്ണനും ബലരാമനും വന്ന് രംഗപ്രവേശനം ചെയ്യുന്നൊരു സീനുണ്ട്, ഒരു രംഗമുണ്ട്. ഇദ്ദേഹം കൃഷ്ണനും ബലരാമനും വളരെ ഒരു രാജകീയമായിട്ട് തന്നെ പ്രവേശിക്കുകയാണ് ആ വേദിയിലേക്ക്. ഇത് കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും അഭിവാദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ രംഗപ്രവേശനം ചെയ്യുന്ന സമയത്ത് തന്നെ കൃഷ്ണന്റെ ദൃഷ്ടിയിൽ പെടുന്നത് ഈ 5 കുമാരന്മാരാണ്. കണ്ട മാത്രത്തിന് ഭഗവാൻ മനസ്സിലാവും ഇത് സ്വന്തം എന്താ പറയാ അമ്മായിയുടെ പുത്രന്മാരാണ് അല്ലെ. വസുദേവരുടെ സഹോദരിയാണല്ലോ കുന്തിദേവി, കുന്തിയുടെ മക്കളാണെന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ട് പുഞ്ചിരിയോടുകൂടി ഭഗവാൻ അവിടെ ചെന്ന് ആസനസ്ഥനാവുകയും ബലരാമനും അവിടെ ആസനസ്ഥനായതിനു ശേഷമാണ് ഈ പരാക്രമം നടക്കുന്നതും. ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് അങ്ങനെ കർണൻ വളരെ അപമാനത്തോടെ പോകുന്നു. അതിനുശേഷം നമ്മുടെ അർജുനൻ അർജുനൻ ഈ ബ്രാഹ്മണരൊക്കെ തള്ളിവിടുകയാണ്. കാരണം അവരുടെ കൂട്ടത്തിൽ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ അഭിമാനമല്ലേ. അതുകൊണ്ട് ബ്രാഹ്മണന്മാരെല്ലാം കൂടെ അർജുനനെ പ്രോത്സാഹിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അർജുനനെ പ്രോത്സാഹിപ്പിച്ച് പറയുമ്പോൾ അർജുനൻ അവിടെ ചെന്ന് ആദ്യം ചെയ്യുന്നത് മഹാദേവനെ വന്ദിച്ച് സ്വന്തം യജമാനോടുള്ള സാക്ഷാൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ആ അമ്പിനെയൊക്കെ തൊഴുത് വളരെ ഭവ്യതയോടുകൂടി അമ്പിനെ പ്രദർശനം ചെയ്യും. എന്നിട്ട് തൊഴുത് വളരെ ഭവ്യതയോടെ അമ്പെടുത്ത് മറ്റുള്ളവർ വന്ന് അങ്ങനെയല്ല, ഈ അമ്പ് ഞാനിപ്പോ തന്നെ ഞാനത് ചെയ്ത് ശരിയാക്കും എന്നുള്ളൊരു അഹങ്കാരത്തോടെ ബാക്കി ഇത് അങ്ങനെ വളരെ ഭവ്യതയോടുകൂടി
അവളുടെ ഗുരുത്വത്തോടു കൂടി അമ്പെടുത്തു. വളരെ നിസ്സാരമായിട്ട് ഞാണ് കെട്ടി, ആ ഞാണ് വലിച്ച് സ്വന്തം ചെവിയുടെ പുറകിലോട്ട് വരെ ഞാണ് കൊണ്ടുവന്നു. ലക്ഷ്യം നോക്കി അവളുടെ നിസ്സാരമായിട്ട് അമ്പെയ്ത് കൊള്ളിച്ചു. ആ മീനിനെ താഴേക്ക് വീഴ്ത്തി. ആയപ്പോഴത്തേക്ക് അവിടെ വളരെ വലിയ കരഘോഷങ്ങളും എന്താ പറയാ, ഈ ബ്രാഹ്മണരവിടെ വിളിക്കണം തുടങ്ങി. ഞങ്ങളുടെ കൂട്ടത്തിൽ ആളാണല്ലോ ഇങ്ങനെ ചെയ്തതുമായിട്ട് അവിടെ വളരെ വിശേഷപ്പെട്ട ആഘോഷം, എന്താ പറയാ, അവിടെ കരഘോഷങ്ങളും വളരെ ജയ് വിളികളും ഒക്കെ അവിടെ ഉയർന്നു. പക്ഷെ ഇദ്ദേഹം ആരാണെന്ന് ഇപ്പോഴും പറഞ്ഞു. ഏതോ ഒരു ബ്രാഹ്മണ കുമാരൻ, അത്രമാത്രം അറിയാം. ഇത്രയും ആയപ്പോഴത്തേക്കും ദ്രുപദന് കാര്യം ഒരുവിധം മനസ്സിലായി. സാധാരണ ഒരു വ്യക്തിയല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന അർജുനൻ തന്നെ ആവണേത്. ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഊഹം അദ്ദേഹം ഉണ്ടായി. പക്ഷെ അത് കൺഫേം അല്ല. കാരണം പാണ്ഡുവിന്റെ 5 മക്കൾ ഭാര്യയും ഭരണാവൃത്തത്തില് അഗ്നിക്കരയായി എന്നുള്ള ഒരു വാർത്തയാണ് ലോകം മൊത്തം അറിയപ്പെടുന്നത്. എങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായി സാധാരണ വ്യക്തിത്വമല്ല എന്നുള്ളൊരു കാര്യം ബോധ്യമായി. ഇതേ മാത്രയില് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉടൻ തന്നെ ഓടി വന്ന് ഒരു ശുഭ്രവസ്ത്രം, വെള്ള വസ്ത്രം, ഒരു ഷോള് പോലത്തെ ഒരു വസ്ത്രം, ഷോൾ ഇട്ട് കൊടുക്കുകയും ഒരു പൂമാല അണിയിക്കുകയും ചെയ്തു ഈ ഒരു വിജയിയെ. എന്നിട്ട് ഭഗവാൻ അവിടുന്ന് മാറിപ്പോവാണ്. അങ്ങനെ വേറെ സ്പെഷ്യൽ അന്വേഷണത്തിൽ നിന്നില്ല. കാരണം അപ്പോഴും ആരാണെന്ന് അറിയില്ലല്ലോ, പബ്ലിക്കായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ കൃഷ്ണൻ അവിടെ നിന്ന് പോയി. എന്നിട്ട് ബലരാമനോട് പറയുന്നുണ്ട്, എനിക്കിപ്പോ ഉറപ്പായി നമ്മുടെ അമ്മായിയുടെ മക്കള് തന്നെയാണ് ഇവര്, മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അപ്പം ബലരാമനും പറയും, ആണെങ്കിൽ വളരെ സന്തോഷം, അവർ ജീവനോടുണ്ടല്ലോ, വളരെ സന്തോഷം എന്നുള്ളത്. അദ്ദേഹവും ആ ഒരു സന്തോഷം പങ്കുവെക്കട്ടെ, രണ്ടുപേരും, കൃഷ്ണനും ബലരാമനും. അപ്പോഴും അവര് അധികം സംസാരിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ ആ ഒരു മത്സരത്തില് അർജുനൻ ജയിച്ചു. ഇത്രയും കണ്ടപ്പോ മറ്റു രാജാക്കന്മാര് വെറുതെ ഇരിക്കും അല്ലെ? ഇത്രയും ക്ഷത്രവീര്യന്മാരും രാജാക്കന്മാരും ചക്രവർത്തിയുള്ള ആൾക്കാരിരിക്കുമ്പോ ഏതോ ഒരു ബ്രാഹ്മണ കുമാരൻ വന്നത് ജയിച്ചു പോകുമ്പോൾ അതൊരു അവമാനമല്ലേ? അവര് ചിന്തിക്കും, അവർ പരസ്പരം പറയാൻ തുടങ്ങി, വളരെ അവമാനമായിപ്പോയി, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, മുളയിലേ നുള്ളണം. കാരണം ഇതൊരു കീഴ്വഴക്കായി കഴിഞ്ഞാൽ നമ്മുടെ ക്ഷത്രിയന്മാരുടെ കാര്യം നാണക്കേടാണ് പറഞ്ഞ് ഇവര് പരസ്പരം ഈ ദ്രുപദനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കാര്യം മനസ്സിലാക്കിയ ദ്രുപദൻ എന്ത് ചെയ്തു? ആദ്യം തന്നെ ഈ അർജുനന്റെ, അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്നു, പക്ഷെ അപ്പോഴും അർജുനനെ ആർക്കും അറിയില്ല, ഈ വിജയിയായിട്ടുള്ള ഈ കുമാരനെ രക്ഷിക്കാനായിട്ട്, ബ്രാഹ്മണകുമാരനെ രക്ഷിക്കാനായിട്ട് സ്വന്തം പടയൊക്കെ അവിടെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഇത്രയും ആയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണെന്നുള്ളത് നമുക്കിനി അടുത്ത ദിവസം നോക്കാം. തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കട്ടെ, പറയാം. 4 മിനിറ്റ് ബാക്കിയുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു, നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. നല്ല രസകരമായിരിക്കുന്നു പ്രഭു, തീർന്നല്ലോ എന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ പ്രഭു. ആർക്കും ചോദ്യമൊന്നുമില്ലേ? ചോദിക്കാനൊന്നുമില്ലേ? പറയാനൊന്നുമില്ലേ? നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പ്രഭു ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി, വളരെ നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നിർത്താം. നമ്മുടെ അടുത്ത ക്ലാസ്സിന് സമയമായല്ലോ, 7 മണിക്ക് അല്ലേ? ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിനി അടുത്ത വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച കാണാം. ഹരേ കൃഷ്ണ പ്രഭു, നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. നാളെ ബുധനാഴ്ച, നാളെ ചൈതന്യ ചരിതാമൃതം ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കിനി മഹാഭാരതം വെള്ളിയാഴ്ച. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ പറയൂ കേട്ടോ. ചൊവ്വയും വെള്ളിയും അങ്ങനെ മഹാഭാരതം ഉള്ള കാര്യം സൗകര്യമുള്ളവർ പങ്കെടുത്തോട്ടെ, കേട്ടോട്ടെ, അവരുടെ അറിവുകൾ അവർ പങ്കുവെച്ചോട്ടെ. ഹരേ കൃഷ്ണ. മാധുജി പ്രഭു ഇത്രയും എഫേർട്ട് അവര് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് നമ്മുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാല് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുക. ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാധുജി പ്രഭു ഇത്രയും അവര് എവിടെയായാലും അവരുണ്ടാവും, എവിടെയായാലും അവരിതിൽ വരെ വന്നത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക്
കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു നല്ലൊരു കാര്യമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നിർത്താം. ശരി പ്രഭു. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.